السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ വിശ്വസിച്ച ഒരാളെയും അള്ളാഹു കൈവിടുകയില്ല, അള്ളാഹു പറ്റിക്കുകയില്ല. ലോകം കണ്ട ഏറ്റവും നല്ല അധ്യാപകൻ, ലോകം കണ്ട ഏറ്റവും നല്ല വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥയിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ബനൂ ഇസ്രായേലുകാരനായ ഒരാള് വേറൊരാളോട് 1000 ദീനാർ കടം ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഇത്തിനി ബിശുഹദാ, 1000 ദീനാർ കടമായിട്ട് തരാം, പക്ഷേ സാക്ഷികൾ വേണം. നിങ്ങൾ 1000 ദീനാർ വാങ്ങിയിട്ടുണ്ട് എന്നതിന് സാക്ഷികൾ ഉണ്ടാകണം. അപ്പൊ കടം ചോദിച്ച ആൾ പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിട്ട് അല്ലാഹു മതി. ആയിക്കോട്ടെ, സാക്ഷിയായിട്ട് അല്ലാഹു മതി. ഇത്തിനി കഫീല, നിങ്ങൾ എനിക്കൊരു കഫീലിനെ കൊണ്ടുവന്ന് തരണം. നിങ്ങൾ കടം വീട്ടിയിട്ടില്ല എങ്കിൽ ആ കടം, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാൾ വേണം. അപ്പോഴും കടം ചോദിച്ച ആൾ പറഞ്ഞു, കഫാ ബില്ലാഹി കഫീല, കഫീലായിട്ട്, ഞാൻ കടം വീട്ടിയിട്ടില്ല എങ്കിൽ ആ കടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവനായിട്ട് അല്ലാഹു മതി. അപ്പൊ അയാൾ പറഞ്ഞു, സദഖ്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ അവരൊരു അവധി നിശ്ചയിച്ചു. 1000 ദീനാർ ആ മനുഷ്യന് കടമായിട്ട് കൊടുത്തു. കടം വാങ്ങിയിട്ട് ഇയാള് കടലിലൂടെ യാത്ര ചെയ്യാൻ, അങ്ങനെ യാത്ര ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇവര് കടം വീട്ടാൻ നിശ്ചയിച്ച ദിവസം എത്തി. കടം തിരിച്ചേൽപ്പിക്കേണ്ട സമയമായി. കടം വാങ്ങിയ ആള് കടം തന്ന ആളുടെ അരികിലേക്ക് പോവാൻ ഒരുങ്ങി നിൽക്കാൻ, ഒരു കടല് കടന്ന് വേണം അങ്ങോട്ടെത്താൻ. കടൽ തീരത്ത് വന്നു. അയാളുടെ നാട്ടിലേക്കുള്ള കപ്പൽ കാത്തു നിൽക്കാൻ ഒരുപാട് നേരം കാത്തു നിന്നു. പക്ഷേ കപ്പലൊന്നും കണ്ടില്ല. ഒടുവിൽ കടം വാങ്ങിയ ആൾ എന്താ ചെയ്തെന്ന് അറിയാം. അയാള് ആ കടൽ തീരത്ത് നിന്ന് കിട്ടിയ ഒരു മരക്കഷ്ണം അത് കീറി അതിന്റെ ഉള്ളിൽ 1000 ദീനാർ ഭദ്രമായി വെച്ച് അത് നന്നായിട്ട് അടച്ചു. അതിന്റെ കൂടെ ഒരു എഴുത്തും അയാൾ വെച്ചിരുന്നു. കടം തന്ന ആൾക്കുള്ള കത്തായിരുന്നു അത്. എന്നിട്ട് കടൽ തീരത്ത് വന്നിട്ട് ഈ മനുഷ്യൻ പറയാണ്, അല്ലാഹുവേ, ഞാൻ 1000 ദീനാർ കടം വാങ്ങിയിട്ടുണ്ട് എന്ന് നിനക്കറിയാം. കടം ചോദിച്ച സമയത്ത് കടം തന്ന ആൾ എന്നോട് പറഞ്ഞത് എനിക്കൊരു സാക്ഷിയെ വേണമെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് സാക്ഷിയായിട്ട് അല്ലാഹു മതി. ആ മനുഷ്യൻ നിന്നെ തൃപ്തിപ്പെട്ടു, നീ മതി സാക്ഷിയായിട്ടെന്നാണ് അയാൾ മറുപടി തന്നത്. അയാൾ എന്നോടൊരു കഫീലിനെ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് കഫീലായിട്ട് അല്ലാഹു മദീനാൻ. അതും ആ മനുഷ്യൻ അംഗീകരിച്ചു. ഇപ്പോഴിതാ എനിക്ക് കടം വീട്ടാനുള്ള അവധി എത്തിയിട്ടുണ്ട്. ആ നാട്ടിലേക്കുള്ള കപ്പൽ അന്വേഷിച്ച് ഞാൻ ഒരുപാട് നേരം കാത്തു നിന്നു. പക്ഷെ എനിക്ക് കപ്പലൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇതാ ഈ 1000 ദീനാർ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ആ 1000 ദീനാർ ആ മനുഷ്യൻ കടലിലേക്ക് വലിച്ചെറിയാൻ. ആ മനുഷ്യന്റെ മനസ്സ് നമ്മൾ ആലോചിക്കുക. അയാളെ പറ്റി ഓർക്കുമ്പോ നമുക്ക് എന്താ തോന്നുന്നത്? അയാൾക്ക് പിരാന്താണെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അയാൾ പൊട്ടനാണോ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ അത് ആ മനുഷ്യന്റെ തവക്കുലിന്റെ ഊക്കാണ്. അള്ളാഹുവിൽ ആ മനുഷ്യൻ എത്ര വിശ്വസിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് അത്. 1000 ദീനാർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ലല്ലോ. ആ 1000 ദീനാറാണ് ആ മനുഷ്യൻ അള്ളാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുള്ളത്. കടം കിട്ടാനുള്ള ആളും അയാളുടെ അടുത്തുള്ള കടൽ തീരത്തെത്തിയിട്ടുണ്ട്. അയാള് കടം വാങ്ങിയ ആളുടെ നാട്ടിൽ നിന്നുള്ള കപ്പലൊന്നും കാണുന്നില്ല. പക്ഷെ കടലിലൂടെ ഒരു മരക്കഷ്ണം ഒഴുകി വരുന്നുണ്ട്. ആ മരക്കഷ്ണം അയാൾ എടുത്തു. കത്തിക്കാനുള്ള വിറകെന്ന നിലക്കാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. വീട്ടിലെത്തിയിട്ട് ആ വിറക് അയാള് കീറി.
കീറിയപ്പോൾ ഫവജദൽ മാല വസ്സഹീഫ, 1000 ദീനാർ ആ മരക്കഷ്ണത്തിലുണ്ട്. ആ കടം വാങ്ങിയ ആളുടെ എഴുത്തും ആ മരക്കഷ്ണത്തിലുണ്ട്. അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹുവിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹു നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അള്ളാഹുവിനെ നമ്മൾ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടോ? ആ കാര്യം അള്ളാഹു ഒരിക്കലും പാഴാക്കി കളയുകയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കഥ. പിന്നീട് കടം വാങ്ങിയ മനുഷ്യൻ കടം തന്ന ആളുടെ അരികിലെത്തുന്നതും അവർ സംസാരിക്കുന്നതും ഒക്കെ ഈ കഥയുടെ ബാക്കി ഭാഗങ്ങളാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് 6 or 7 സ്ഥലങ്ങളിൽ ഈ കഥ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ നല്ല അടിമകളാകാനും അവനിലേക്ക് കൂടുതൽ അടുക്കാനും അവനിൽ ഉറച്ചു വിശ്വസിക്കാനും നമ്മൾ റെഡിയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അള്ളാഹുലേക്ക് ഒരു ചാണെടുത്താൽ അവൻ നമ്മളിലേക്ക് ഒരു മുഴമെടുക്കും. നമ്മൾ അള്ളാഹുലേക്ക് ഒരു മുഴമെടുത്താൽ അവൻ നമ്മളിലേക്ക് ഒരു വാര അടുക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നു ചെന്നാൽ അതൈതുഹു ഹർവല, ഞാൻ അവരിലേക്ക് ഓടിയെത്തുമെന്നാണ് നമ്മുടെ റബ്ബ് പറഞ്ഞിട്ടുള്ളത്. ആ റബ്ബിന്റെ നല്ല അടിമകളാവുക, അവനെ സ്നേഹിക്കുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ നമ്മൾ ബരമേൽപ്പിക്കുക. അള്ളാഹുവിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബാറകല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.